നമുക്കൊന്നൊരു ഇഞ്ചിക്കറി ആയാലോ? അതിനായിട്ട് ഇതുകൊണ്ട് ഈ സൈസിൽ വാളംപുളി എടുക്കണേ. ഏകദേശം ഒരു നാരങ്ങയുടെ വലുപ്പത്തില്. നമുക്കിത് ബൗളിലേക്ക് ഇട്ട് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വെക്കാമേ. ഇനി നമുക്ക് ഇഞ്ചി എടുക്കാം. ഞാൻ ഈ വലുപ്പമുള്ള ഇഞ്ചി 2 എണ്ണം എടുക്കുന്നുണ്ട്. ഈ സൈസിലെ കുഞ്ഞുള്ളി 10 എണ്ണവും. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കാമേ. ഞാൻ 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കഴുകി കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാമേ. ഞാൻ ഈ തിക്നെസ്സിലാണ് ഇഞ്ചി കട്ട് ചെയ്തെടുത്തത്. ഇനി നന്നായി ഒന്ന് മൂത്ത് വരണേ. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നല്ല സ്മെല്ല് വരും കേട്ടോ. ഈ പരുവത്തിൽ ഇഞ്ചി ഒന്ന് കളറ് മാറി വറുത്ത് വരണേ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാമേ. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതും നന്നായിട്ടൊന്ന് മൂത്ത് വരണേ. കൊച്ചുള്ളി മൂത്ത് വരുമ്പം 4 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാമേ. എരിവിനനുസരിച്ച് എത്ര പച്ചമുളക് വേണമെങ്കിലും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാമേ. ഈ പച്ചമുളകിന് എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം ചേർത്തത്. കൊച്ചുള്ളിയും പച്ചമുളകും മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇപ്പം ചേർക്കുന്നുള്ളേ. എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്തുക ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഇതും കോരി മാറ്റാമേ. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാമേ. ഇനി അതേ എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാമേ. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് കടുകൊന്ന് വറുക്കാമേ. സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാമേ. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയും ഉപയോഗിക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വറുത്ത ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂണിന് താഴെയായിട്ട് കായപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാമേ. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ, ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകുമേ. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. വീണ്ടും നമുക്കത് മിക്സ് ചെയ്തെടുക്കാമേ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം കുതിരാൻ വെച്ചിരുന്ന വാളംപുളി പിഴിഞ്ഞ് ചേർക്കുകയാണ്. വാളംപുളി പിഴിഞ്ഞ വെള്ളം കൂടെ അതൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. നന്നായി തിളച്ച് വന്നതിന് ശേഷം ഞാൻ 4 ടേബിൾ സ്പൂൺ ജാഗരി പൗഡർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പും എരിവും മധുരവും എല്ലാം ഒന്ന് ബാലൻസ് ആയി വന്നാലാണ് ഇഞ്ചിക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി നന്നായിട്ട് വെട്ടിത്തെറിച്ച് കുറുകിയതായി പരുവായിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാനായിട്ട് അനുവദിക്കാമേ. നമ്മുടെ ഇഞ്ചിക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാമേ. അപ്പോൾ ഓണസദ്യക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചിക്കറി ഇതാ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇത് വീട്ടിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയണേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.